I am Dr. Jeenu Paul, Professor and Head of the Department of Electronics and Communication Department in St. Thomas Institute for Science and Technology. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മനുഷ്യരിലുണ്ടാക്കുക എന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം എന്നെ സ്വാധീനിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരു ടീച്ചർ എന്ന നിലയിൽ എനിക്ക് കിട്ടുന്ന റെസ്പെക്റ്റ്, അതിനോടൊപ്പം തന്നെ എൻ്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും എന്നെ ഒരു ബോൾഡ് പേഴ്സൺ ആക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതായത് എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രവൃത്തികൾ, ഇന്ന് ഈ വീഡിയോ എടുക്കാനായിട്ട് പോലും എൻ്റെ ഈ പ്രൊഫഷനിൽ എനിക്കുള്ള സ്റ്റെബിലിറ്റിയാണ് ഇന്നവരെ എന്നിലേക്ക് ആകർഷിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ അതിനു വേണ്ടി നമ്മളുടെ ലൈഫിൽ അച്ചീവ് ചെയ്യുന്ന ഓരോ സമയത്തും ആ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും കൂടെ നമ്മൾ ബിൽഡപ്പ് ചെയ്യുകയാണ് വേണ്ടിയത്. ആദ്യകാലങ്ങളിൽ എനിക്ക് കിട്ടിയിരുന്ന ശമ്പളത്തിൽ നിന്ന് നമ്മൾ എത്രമാത്രം മാറ്റി വെക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. ഞാൻ ഇന്ന് എൻ്റെ കുട്ടികളോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന ഫിനാൻസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആകെ തുകയിൽ നിന്ന് ഒരു 10% നിങ്ങൾ 10% ദൈവത്തിനായിട്ട് കൊടുക്കാം, 20% നിങ്ങളുടെ പേരൻസിന് കൊടുക്കാം. അതിൽ നിന്ന് ബാക്കി വരുന്ന 70%-ന്റെ 50% നിങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക, ബാക്കി സേവ് ചെയ്യുക. ആ 50% നിങ്ങൾ സേവ് ചെയ്യാതിരുന്നാൽ പോലും നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരേ രീതിയിലായിരിക്കും. 50% സേവ് ചെയ്താലും നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ആ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരാനായിട്ട് ആ സേവിങ് നമുക്ക് അത്യാവശ്യമാണ്. ആ സേവ് ചെയ്യുന്ന സമയത്തും അതുപോലെ ഓരോ സംഗതിക്കായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്ന സമയത്തും, ഇപ്പം 10% ദൈവത്തിനായിട്ട് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ നല്ല വേലയ്ക്കായിട്ട് മാറ്റി വയ്ക്കുക എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഒരിക്കലും മടി വരില്ല. കാരണം നമ്മുടെ കയ്യിൽ എപ്പോഴും അതിനായിട്ടൊരു പങ്ക് നമ്മൾ മാറ്റി വെക്കണം. എൻ്റെ കുട്ടികളോട് പറയുന്നത് എപ്പോഴും ഞാൻ പറയും, ഇന്നത്തെ കാലത്ത് നമുക്ക് പെൻഷൻ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു നല്ലൊരു പങ്ക് സേവിങ്സിനായിട്ട് മാറ്റി വെക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ അത് സേവ് ചെയ്യാതെ നമ്മൾ ലൈഫ് സ്പെൻഡ് ചെയ്താലും നമ്മൾ അതേപോലെ തന്നെ ജീവിക്കും. സേവ് ചെയ്തിട്ട് ജീവിച്ചാലോ സെയിം രീതിയിൽ നമ്മൾ ജീവിക്കും. നമ്മൾ വിചാരിക്കും കാശില്ലാതെ എങ്ങനെയാണ്? ഇല്ല, സേവ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ചെലവുകൾ അതിലേക്ക് ചുരുങ്ങി വരുന്നതായിട്ട് കാണാം. എൻ്റെ ഫാദർ, ഞാൻ ഹോസ്റ്റലിൽ പോകുന്ന സമയത്ത് എനിക്ക് കയ്യിൽ കാശ് തന്നുവിടും, ഹോസ്റ്റൽ ചെലവിനും പിന്നീട് എൻ്റെ ചെലവിനുമായിട്ട് ഒരു തുക. അത് തന്നു വിടുന്നതിന് മുമ്പ് എൻ്റെ കയ്യിലേക്ക് അത് നീട്ടുന്ന സമയം എൻ്റെ ഫാദർ പറയും, മോളെ ഇത് ആവശ്യത്തിന് ഉപയോഗിക്കരുത്, അത്യാവശ്യത്തിനെ ഉപയോഗിക്കാവൂ. അന്ന് ഞാൻ വിചാരിക്കുന്നത് എന്താണ് ഉദ്ദേശിച്ചതെന്ന്. പിന്നെ അപ്പൊ പറയും, എൻ്റെ പല കാര്യങ്ങളും മാറ്റിവെച്ച് ഞാൻ മിച്ചം പിടിച്ച കാശാണ് ഈ തരുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ ആ ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞ് അനാവശ്യമായിട്ടൊരു കറങ്ങാൻ പോകുമ്പോഴും അനാവശ്യമായിട്ട് ഉള്ള കൂട്ടുകെട്ടിലേക്ക് പോകുമ്പോഴും നമ്മൾ ഓർക്കും, അയ്യോ മിച്ചം പിടിച്ച് കിട്ടിയ കാശിലല്ലേ ഞാൻ എന്തിനു വെറുതെ ചിലവാക്കണം. അതിൽ നിന്ന് ഞാൻ മിച്ചം പിടിച്ച് എൻ്റെ പേരൻറ്റിനെ കൊണ്ടുവന്ന് ഞാൻ ഏൽപ്പിക്കുമായിരുന്നു. അന്നേരം എൻ്റെ അമ്മ പറഞ്ഞു, മോളെ അത് കുഴപ്പമില്ല, അപ്പം ഇത് പറയുന്നത് നിന്നിലുള്ള ആ ഒരു ബോധത്തെ വളർത്തിയെടുക്കാനായിട്ട്, അല്ലെ ആ റെസ്പോൺസിബിലിറ്റിയെ വളർത്തിയെടുക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇന്നും ഞാൻ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓർക്കും, ആവശ്യത്തിനാണോ അത്യാവശ്യത്തിനാണോ ഞാൻ സ്പെൻഡ് ചെയ്തത്. ഈ കുഞ്ഞുങ്ങളിൽ, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളിൽ അത് വരത്തക്കവണ്ണം ഞാൻ അവരിലേക്ക് അത് പകർന്നു കൊടുക്കാറുണ്ട്. ഇന്നത്തെ ഈ ട്രസ്റ്റ് ബേക്കാര് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ ക്യാമ്പയിൻ നടത്തുമ്പോൾ ഇത്രയും പേരിലേക്ക് ചെന്ന് അവരുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് അത് പലരിലേക്ക് എത്തുമ്പോഴത്തേക്ക് ആ ട്രസ്റ്റ് ബേക്കാര് എന്തുമാത്രം മറ്റുള്ളവരിലേക്ക് അതിൻ്റെ ഉപകാരം ചെലുത്തുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരത്തക്കവണ്ണം, അല്ലെ ഫിനാൻഷ്യൽ ഫ്രീഡം എത്രമാത്രം ഉണ്ടെന്നുള്ളത് മറ്റുള്ളവരിൽ എത്തിക്കാനായിട്ട് ഈ ട്രസ്റ്റ് ബേ കാണിക്കുന്നത് വളരെ പ്രശംസനീയമായ കാര്യമാണ്. അത് ഞാൻ അവരെ വളരെയധികം പ്രശംസിക്കുകയും ചെയ്യുന്നു. ഈ ഒരു അവസരത്തിനായി താങ്ക് യു.